സ്മൃതി ആദ്യം മോദിയെ പ്രശംസിക്കുന്നു. ഈ കേരളത്തിലാണെങ്കിൽ ഇടത് സർക്കാരിൻ്റെ ഗ്ലോബൽ സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റത്തെക്കുറിച്ച് വളരെ വാചാലമായി തന്നെ അഭിനന്ദിക്കുന്നു. വീണ്ടും മോദിയെ പ്രശംസിക്കുന്നു. ഇപ്പോൾ പ്രൊജക്ട് സിൻഡിക്കേറ്റിൽ നേരത്തെ അടിയന്തരാവസ്ഥയെ വിമർശിച്ചുകൊണ്ട് ലേഖനം ജൂലൈ മാസത്തിൽ എഴുതുന്നു. ഇപ്പോൾ ഇതാ വീണ്ടും കുടുംബവാഴ്ച അത് ഒരു വലിയ വ്യവസായമായി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ മാറിയിരിക്കുന്നു എന്ന് നേതാക്കളുടെ പേരെടുത്തു പറഞ്ഞുകൊണ്ട് തന്നെ പ്രൊജക്ട് സിൻഡിക്കേറ്റിൽ വിമർശനം ഉന്നയിച്ചിരിക്കുകയാണ്. ബീഹാറിലെ തിരഞ്ഞെടുപ്പിന് ഇന്ന് കൊടിയിറങ്ങുന്ന ദിവസമാണ് ലേഖനം വന്നിരിക്കുന്നതെന്നും ശ്രദ്ധേയമാണ്. രാഹുൽ ഗാന്ധി ബീഹാറിലാണ്. കുഴപ്പത്തിലാക്കിയോ തരൂർ? കുറച്ചു കാലമായിട്ട് കോൺഗ്രസിനെ കുഴപ്പത്തിലാക്കുക എന്ന ദൗത്യം മാത്രം ഏറ്റെടുത്ത് നടക്കുന്ന ഒരു നേതാവാണ് കോൺഗ്രസിൻ്റെ പ്രവർത്തക സമിതി അംഗമായ ശശി തരൂർ എന്നുള്ളതാണ്. കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കുക, ബുദ്ധിമുട്ടിലാക്കുക എന്ന ദൗത്യമാണ്. അതിലപ്പുറം BJPക്ക് ആയുധം നൽകുന്ന ഒരു നേതാവായി അദ്ദേഹം മാറുകയാണ്. BJPയുടെ പ്രത്യേകിച്ച് നരേന്ദ്രമോദിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം എല്ലാ തിരഞ്ഞെടുപ്പ് പ്രസംഗങ്ങളിലും എല്ലാ റാലികളിലും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം കുടുംബവാഴ്ച എന്നുള്ളതാണ്. ഗാന്ധി കുടുംബത്തെ ആ രൂപത്തിൽ തന്നെയാണ് എല്ലാ ഘട്ടത്തിലും BJP വിമർശിക്കാറ്, മോദി വിമർശിക്കാറ്. മോദി അത് പറഞ്ഞുകൊണ്ട് സോണിയാഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയെയും രാഹുൽ ഗാന്ധിയും ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് രാഹുൽ ഗാന്ധിയെ ഷഹസാദെ എന്നാണ് വിളിക്കാറ്, രാജകുമാരൻ എന്ന് വിളിച്ചുകൊണ്ട് പരിഹസിക്കുന്ന പ്രസംഗങ്ങളാണ് നടത്താറുള്ളത്. ആ പരിഹാസത്തിന് എരിവ് പകരുന്ന ഒരു ലേഖനം ഇതിപ്പോൾ ഈ കുടുംബവാഴ്ച, രാജ്യത്തെ കുടുംബവാഴ്ചയും രാഷ്ട്രീയ നേതാക്കളുടെ കുടുംബവാഴ്ചയുമായി ബന്ധപ്പെട്ടൊക്കെ പറയുമ്പോൾ അതൊരു യാഥാർത്ഥ്യമാണ്. അത് മുഴുവൻ ലേഖനം കൂടി വായിക്കുമ്പോൾ എത്ര ശതമാനത്തോളം നേതാക്കൾ അങ്ങനെ വന്നിരിക്കുന്നു, ഏതൊക്കെ സംസ്ഥാനങ്ങളിൽ വന്നിരിക്കുന്നു, പറഞ്ഞ പോലെ മഹാരാഷ്ട്രയിലേക്ക് പോകുന്നുണ്ട്, UPയിലേക്ക് പോകുന്നുണ്ട്, ഓരോ നേതാക്കളുടെ കാര്യമൊക്കെ എടുത്തൊക്കെ പറയുന്നുണ്ട്. പക്ഷേ എടുത്തു പറയുമ്പോഴും ആത്യന്തികമായി ഇതെപ്പോഴാണ് പറയുന്നത് എന്ന് തന്നെയാണ് പ്രധാനം. ഈ ലേഖനം കൊണ്ട്, അതായത് ഈ 31-ാം തീയതി ഒക്ടോബർ 31-ന് എഴുതിയ ഈ ലേഖനം കൊണ്ട് എന്താണ് ഇപ്പോൾ ഒരു ഗുണം? ഇപ്പോൾ അതാണോ രാജ്യം നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി എന്നുള്ളതാണ് ശശി തരൂരിനോട് ചോദിക്കാനുള്ളത്. ശശി തരൂർ, ഇപ്പോൾ കോൺഗ്രസ് അല്ലെങ്കിൽ ഇന്ത്യ സഖ്യം മുന്നോട്ട് വച്ചിരിക്കുന്ന വിഷയം എന്താണ്? രാജ്യം ഏത് തരത്തിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യം എന്നാണ് അവർ പറയുന്നത്? ഒരു സെക്കുലർ സംവിധാനത്തിലൂടെ അല്ലാതെ കാര്യങ്ങൾ കടന്നു പോകുമ്പോൾ ഒരു സെക്കുലർ ഇന്ത്യയെ കെട്ടിപ്പടുക്കാൻ വേണ്ടി ഭരണഘടന മുന്നോട്ട് വെച്ചുകൊണ്ട് ഈ പ്രചാരണങ്ങൾ നടത്തുമ്പോൾ, ഇവിടെ വോട്ടർ അധികാർ യാത്ര നടത്തുമ്പോൾ അതുമായി ബന്ധപ്പെട്ടൊന്നും അദ്ദേഹത്തിന് ഒന്നും പറയാനില്ല. വോട്ടർ അധികാർ യാത്രയുമായി ബന്ധപ്പെട്ട് പറയാനില്ല. ഇപ്പോൾ ബീഹാർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തന്നെ ഒരു പ്രസംഗങ്ങളും അദ്ദേഹം നടത്തുന്നതായി നമ്മൾ കണ്ടിട്ടില്ല. എല്ലാ സമയത്തും കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കുന്ന പ്രസംഗങ്ങളാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഓരോ ഘട്ടത്തിലും, അതായത് ഏറ്റവും നിർണായകമായ ഘട്ടങ്ങളിൽ പാർട്ടി ഒറ്റിക്കൊടുക്കുന്ന നേതാവായി ഇപ്പോൾ തരൂർ മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. കോൺഗ്രസ് ഇപ്പോൾ പ്രതികരിക്കുന്നില്ല എന്നുള്ളത് അവഗണിച്ചു വിടുക എന്നൊരു രീതിയിലേക്ക് കോൺഗ്രസ് പോവുകയാണ്. കാരണം ഈ സമയത്ത് തരൂരിനെ പുറത്താക്കിയാൽ അതായിരിക്കും പ്രധാനപ്പെട്ട തലക്കെട്ട്. അങ്ങനെയല്ലല്ലോ. ഇപ്പോൾ വോട്ടർ അധികാർ യാത്രയൊക്കെ എത്ര ഗൗരവത്തോടെ എടുത്തുകൊണ്ടാണ് ഇന്ത്യ മുന്നണി അതുമായി മുന്നോട്ട് പോയത്. അതിനുശേഷം ബീഹാറിൽ സീറ്റ് വിഭജന ചർച്ചയിൽ ശരിയാണ്, ഒരു ചെറിയ പ്രശ്നങ്ങളൊക്കെ അവിടെ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇപ്പോൾ അങ്ങനെയല്ല. അത് എങ്ങനെയെങ്കിലും ഈ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുക, ദളിത്, മഹാദളിത്, ആദിവാസി സഖ്യം അത് ആ വോട്ടുകൾ കൂടി നേടുക. നേരത്തെ അത് RJD മുസ്ലിം ഒരു ചേരുവയായിരുന്നെങ്കിൽ ആ ചേരുവയിൽ നിന്ന് മാറി മുഴുവൻ ദളിതുകളെയും കൂടി കൊണ്ടുവന്നുകൊണ്ട് 90% ഇന്ത്യക്കാരുടെയും ഇന്ത്യ മാറണം എന്ന രൂപത്തിൽ പ്രസംഗിക്കുന്ന രാഹുൽ ഗാന്ധിയാണ് ഇന്ന് പോലും നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ ഒരു വലിയൊരു അജണ്ട പാർട്ടി മുന്നോട്ട് വയ്ക്കുമ്പോൾ അതിനെ റദ്ദാക്കുന്ന രീതിയിൽ പ്രവർത്തക സമിതി അംഗമായ തരൂർ പ്രവർത്തിക്കുകയാണ്. തരൂരിൻ്റെ ഓരോ കാലത്തിലും ഓരോ പ്രസംഗങ്ങൾ, ഓരോ ലേഖനങ്ങളും എത്രത്തോളം അദ്ദേഹം പറയുന്നതിൽ പിന്നാക്കം പോയി എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ തന്നെ പുസ്തകങ്ങളെ അദ്ദേഹം തള്ളിക്കളയുകയാണെന്നുള്ളതാണ്. ഈ പറയുന്ന ഈ ഡൈനാസ്റ്റി പൊളിറ്റിക്സിൻ്റെ സമയത്ത് തന്നെയാണല്ലോ അദ്ദേഹം കോൺഗ്രസിലേക്ക് വന്നത്. അദ്ദേഹം UN-ലെ സ്ഥാനം ഒഴിഞ്ഞ് അദ്ദേഹം ഇന്ത്യയിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തെ BJPയും അദ്ദേഹത്തെ സമീപിച്ചിരുന്ന അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞിരുന്ന കാര്യം, എൻ്റെ പുസ്തകങ്ങൾ നിങ്ങൾ വായിച്ചിട്ടില്ലേ? എൻ്റെ പുസ്തകം വായിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ അടുത്തേക്ക് നിങ്ങൾ ഇത് ആവശ്യമായി വരുമോ എന്നുള്ളതാണ്. അങ്ങനെ പറഞ്ഞ ശശി തരൂർ പിന്നീട് കോൺഗ്രസിലേക്ക് വരുന്നത് കോൺഗ്രസുമായി ആഭിമുഖ്യം ഉണ്ടായതുകൊണ്ടാണല്ലോ. കോൺഗ്രസ് എന്ന പാർട്ടിയുടെ സെക്കുലർ നിലപാടുമായി ആഭിമുഖ്യം ഉണ്ടായതുകൊണ്ടാണല്ലോ വന്നത്. അപ്പോഴും ഇവിടെ സോണിയാഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഉണ്ട്. ശരി, രാഹുലും പ്രിയങ്കയും അത്രയും സജീവമല്ല എന്നൊരിക്കൽ സോണിയാഗാന്ധി ആയിരുന്നല്ലോ, ആ സമയത്താണല്ലോ ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ അത് പറയുന്നതിൽ ഒരു വാദവുമില്ല. പിന്നെ അദ്ദേഹം ഓരോ കാലത്തും ഓരോന്ന് പറയുകയാണ്. അദ്ദേഹം ചില അഭിമുഖങ്ങളിൽ അദ്ദേഹം പറയുന്നു, ഈ ഇന്ത്യയിലെ ജാതി രാഷ്ട്രീയത്തെക്കുറിച്ച് എനിക്ക് എൻ്റെ ജാതി അറിയില്ലായിരുന്നു. ശരിയായിരിക്കും, അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലത്തിൽ അദ്ദേഹത്തിൻ്റെ ജാതി അറിയില്ലായിരിക്കാം. പക്ഷേ അദ്ദേഹം തലസ്ഥാനത്ത് അദ്ദേഹം ഒരു ജാതിയുടെ പ്രതിനിധിയായിട്ട് തന്നെയാണ് അവിടെ നിന്നതും തെരഞ്ഞെടുപ്പിൽ വിജയിച്ചതും. അതിനുശേഷം NSSുമായിട്ടുള്ള അദ്ദേഹം ബന്ധം പുനഃസ്ഥാപിക്കാൻ തറവാടി നായർ എന്ന സുമാരൻ നായരാണ് അങ്ങോട്ട് വിളിക്കുന്നത്. പക്ഷെ എന്നാലും അത് അദ്ദേഹം ആസ്വദിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ജാതിയെക്കുറിച്ച് അന്ന് അറിയില്ലായിരിക്കും, കുട്ടിയായിരിക്കുമ്പോൾ അറിയില്ലായിരിക്കും, അവരെ ആ രൂപത്തിലായിരിക്കും വളർത്തിയിട്ടുണ്ടാകുക, അതൊക്കെ ശരി തന്നെ. പക്ഷേ പിന്നീട് അതിലേക്ക് അദ്ദേഹം വന്ന് വീണിട്ടുണ്ട്. അപ്പോൾ ഈ രാഷ്ട്രീയത്തിൽ
ഈ പറയുന്ന അദ്ദേഹം അതൊരു എന്താ പ്രൊഫഷനായിട്ടാണ് എടുത്തതെന്ന് തോന്നുന്നു. അദ്ദേഹം ഒരു രാഷ്ട്രീയ നിലപാടിൻ്റെ അടിസ്ഥാനത്തിലാണോ എന്നുള്ളത് സംശയമുണ്ട്. പ്രൊഫഷണലായിട്ടുള്ള ഒരു ജോലിയായിട്ടാണ് അദ്ദേഹം കാണുന്നത്. കൂടുതൽ മെച്ചപ്പെട്ട സാഹചര്യം കിട്ടുന്നെങ്കിൽ ആ സ്ഥലത്തേക്ക് പോവുക എന്നുള്ളതായിരിക്കാം. ബി ജെ പിക്ക് എന്തായാലും ആയുധം കൊടുക്കുന്നു, ബി ജെ പിയെ പ്രീണിപ്പിക്കുന്നു. എന്നാൽ ബി ജെ പിയിലേക്ക് ഇപ്പോൾ പോകുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇപ്പോൾ പോകുന്നൊന്നുമില്ല. ഇപ്പോൾ പരമാവധി അവിടെ നിന്ന് കോൺഗ്രസിനെ ക്ഷീണിപ്പിക്കുക എന്ന ദൗത്യമായിരിക്കാം അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ടാകുക. നമ്മൾ അത് കൃത്യമായി കണ്ടു തുടങ്ങിയത് ഈ പാകിസ്ഥാന്റെ ആക്രമണത്തിന് ശേഷമാണ്. അതിനുശേഷം നമ്മൾ തിരിച്ചടി കൊടുക്കുന്ന സമയത്ത് കോൺഗ്രസും എടുത്ത നിലപാട് രാജ്യമാണ് പ്രധാനം, അപ്പോൾ സർക്കാർ എടുക്കുന്ന നിലപാടിനൊപ്പം നിൽക്കുക എന്ന് തന്നെയാണ്. അതിനുശേഷം വിമർശനത്തിൻ്റെ ഘട്ടം വരുമ്പോഴും അപ്പോഴും അവർക്കൊപ്പം നിൽക്കുക. പിന്നെ പാർട്ടി അംഗീകരിക്കാത്ത രീതിയിൽ ഇന്ത്യയുടെ പ്രതിനിധിയായി, എംപിമാരുടെ പ്രതിനിധിയായി മറ്റു രാജ്യങ്ങളിലേക്ക് പോകും. ഇതൊക്കെ തന്നെയും ശശി തരൂർ ചെല്ലുമ്പോൾ ശശി തരൂർ ബി ജെ പിക്ക് കൂടുതൽ സ്വീകാരനായിക്കൊണ്ടിരിക്കുന്നു, കോൺഗ്രസിൽ നിന്നും അകന്നകന്ന് പോയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ തന്നെ അകന്നു പോകട്ടെ. ഇനിയിപ്പോൾ അദ്ദേഹം തിരുവനന്തപുരത്ത് സ്ഥാനാർത്ഥിയൊന്നും ആകാൻ പോകുന്നില്ല, അത് അദ്ദേഹം തന്നെ സമ്മതിച്ചു കഴിഞ്ഞ കാര്യമാണ്. അപ്പോൾ ഇനി പുതിയ എന്തൊക്കെയോ അജണ്ടയുണ്ട്. അജണ്ടയുടെ മുന്നോടിയായി ഒരു നിലമൊരുക്കലാണ് ഇപ്പോഴത്തെ പ്രതികരണങ്ങൾ. Meet the editors.